സൂര്യനെ പഠിക്കാനായി ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ ബഹിരാകാശ നിരീക്ഷണ ദൗത്യമായ ആദിത്യ L1 ഇന്ന് രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും പറന്നുയർന്നു. വിക്ഷേപണത്തിനായുള്ള 23 മണിക്കൂർ 40 മിനിറ്റ് കൗണ്ട് ഡൗൺ ഇന്നലെ ഉച്ചയ്ക്ക് 12:10 ശ്രീഹരിക്കോട്ടയിൽ തുടങ്ങിയിരുന്നു. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ലഗ്രാഞ്ച് 1 L1 പോയിന്റിലാണ് പേടകം സ്ഥാപിക്കുക. സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനങ്ങളും സൗരക്കൊടുങ്കാറ്റിന്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ക്രോമോസ്ഫെറിക് കൊറോണൽ താപനം, ഭാഗികമായി അയോണൈസ്ഡ് പ്ലാസ്മയുടെ ഭൗതികശാസ്ത്രം, കൊറോണൽ മാസ് എജക്ഷനുകളുടെയും ഫ്ലെയറുകളുടെയും തുടക്കം എന്നിവയുടെ പഠനവും ആദിത്യ L1 ലക്ഷ്യമിടുന്നു. PSLV C-57 റോക്കറ്റ് ഭൂമിയുടെ 800 കിലോമീറ്റർ അടുത്തുള്ള ഭ്രമണപഥത്തിലാണ് ആദ്യം പേടകത്തെ എത്തിക്കുക. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വലം വെക്കുന്ന പേടകത്തിന്റെ ഭ്രമണപഥം ഘട്ടം ഘട്ടമായി പ്രൊപ്പൽഷൻ എഞ്ചിൻ ജ്വലിപ്പിച്ച് വികസിപ്പിക്കും. തുടർന്ന് ലോ എനർജി പ്രൊപ്പൽഷൻ ട്രാൻസ്ഫർ വഴി പേടകത്തെ ലഗ്രാഞ്ച് 1 പോയിന്റ് സമീപം എത്തിക്കും. മിഷനിലെ ഏറ്റവും സങ്കീർണമായ ഘട്ടമാണിത്. തുടർന്ന് പ്രൊപ്പൽഷൻ എഞ്ചിന്റെ സഹായത്തിൽ L1 പോയിന്റിലെ ഹോളോ ഓർബിറ്റിൽ പേടകത്തെ സ്ഥാപിക്കും. സൂര്യനെക്കുറിച്ചുള്ള സമഗ്രമായ പഠനത്തിനായി വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ആദിത്യ L1. 3 മാസം സഞ്ചരിച്ചാണ് പേടകം ഈ മേഖലയിൽ എത്തുക. സോളാർ വിൻഡ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, പ്ലാസ്മ ഫ്ലോ, കൊറോണൽ മാസ് ഇജക്ഷൻ തുടങ്ങിയ സൗര പ്രതിഭാസങ്ങളെ പറ്റി പഠിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി 7 പേലോഡുകൾ ആദിത്യയിലുണ്ട്. സൗരാന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗം ചൂടാകുന്നതും അത് സൃഷ്ടിക്കുന്ന റേഡിയേഷൻ വഴി ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റവും പഠനവിധേയമാക്കും. ആദിത്യ L1 രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പൂർണ്ണമായി തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. കേരളത്തിൽ നിന്നും നിർമ്മിച്ച ഉൾപ്പെടെ 7 നൂതന പേലോഡുകൾ, അതായത് ശാസ്ത്ര ഉപകരണങ്ങൾ പേടകത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 4 പേലോഡുകളെ സൂര്യന്റെ വ്യക്തമായ നിരീക്ഷണങ്ങൾ പകർത്താൻ പ്രാപ്തമാക്കും. ബാക്കിയുള്ള 3 പേലോഡുകൾ ഈ ലഗ്രാഞ്ച് പോയിന്റിലെ പാർട്ടിക്കിൾസിനെയും ഫീൽഡുകളെയും കുറിച്ച് പഠനം നടത്തും. സൂര്യക്കാറ്റിനെ കുറിച്ച് പഠിക്കുന്ന പേലോഡായ പാപ്പയാണ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. വിസിബിൾ ലൈൻ എമിഷൻ കൊറോണോഗ്രാഫ്, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്, സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്സ്, മാഗ്നോമീറ്റർ എന്നിവയാണ് ആദിത്യയിലെ മറ്റു പേലോഡുകൾ. ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചതെന്നാണ് മറ്റൊരു പ്രധാന വസ്തുത. എന്തായാലും ഈ ഒരു ഹിസ്റ്റോറിക് മൊമെന്റിലൂടെ സൂര്യനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് കാതോർത്തിരിക്കാം.